ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ദ കോഫി മഗ്ഗിലേക്ക് സ്വാഗതം. ഞാൻ ലിഷ. നമുക്കിന്ന് നല്ലൊരു അവിയൽ ഉണ്ടാക്കാം. മലയാളികൾക്ക് വളരെ ഇഷ്ടമുള്ളതും സദ്യകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതുമായ ഒരു ഡിഷാണല്ലോ ഇത്. അപ്പോൾ നമുക്ക് അവിയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ചീനച്ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിനു ശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നീളത്തിലരിഞ്ഞ പച്ചക്കറികൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്ന പച്ചക്കറികളുടെ അളവ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞ ചേന, വെള്ളരിക്ക, പടവലങ്ങ, ഉരുളക്കിഴങ്ങ്, പയറ്, കോവയ്ക്ക, ക്യാരറ്റ്, ഏത്തക്കായ, മത്തങ്ങ, വഴുതനങ്ങ, മുരിങ്ങക്കായ, 3 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ് ഇവ ചേർത്ത് ഇളക്കിയെടുക്കണം. തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. ഞാനിവിടെ പച്ചക്കറികൾ വേവിക്കുന്നതിന് വേണ്ടി ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. പച്ചക്കറികളിൽ നിന്നുള്ള വെള്ളം കൊണ്ട് തന്നെ ഇത് വെന്തു വന്നോളും. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അടിക്ക് പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം. പച്ചക്കറികൾ വെന്തു വരുന്ന സമയത്ത് 1/2 കപ്പ് ചിരകിയ തേങ്ങയും 1/4 ടീസ്പൂൺ ജീരകവും ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒതുക്കിയെടുക്കാം. ഒത്തിരി അങ്ങ് അരഞ്ഞു പോകരുത്. ഇതിനിടയ്ക്ക് പച്ചക്കറികൾ ഇളക്കി കൊടുക്കുവാൻ മറന്നു പോകരുത്. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തു വന്നിട്ടുണ്ട്. ഇനി പുളിക്ക് വേണ്ടി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കണം. നല്ല പുളിയുള്ള തൈരാണ് ഉള്ളതെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ചിലയിടങ്ങളിൽ തൈരിന് പകരം പച്ചമാങ്ങയോ വാളപ്പുളിയുടെ നീരോ ഉപയോഗിക്കാറുണ്ട്. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം തേങ്ങയും ജീരകവും ഒതുക്കിയെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്നുകൂടെ ഒന്ന് നന്നായി ഇളക്കിയിട്ട് 1/2 മിനിറ്റ് മൂടി വെച്ച് തേങ്ങ വെന്തു പോകാതെ ജസ്റ്റ് ഒന്ന് ആവി കയറ്റാം. ഇനി അവിയലിന് മുകളിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇളക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്യാം. എന്നിട്ട് 10 മിനിറ്റ് മൂടി വെച്ചിട്ട് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമുക്കിനി മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.